ഹായ് ഓൾ, കുറേ ദിവസം കൂടിയല്ലേ നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സെല് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ സ്ലബ് സിൽക്കിന്റെ ബോട്ടംസ്. നമ്മുടെ താർലാഫറിന്റെ ബോട്ടംസ് എല്ലാ കസ്റ്റമേഴ്സിനും ഇപ്പോൾ അറിയാം. എന്നാൽ പോലും ഈ സ്ലബ് സിൽക്കിന്റെ ബോട്ടംസിന് ഒരുപാട് പേര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോട്ടൺ ടോപ്സിന്റെ കൂടെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു സിൽക്ക് ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിന്റെ കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കുറേ കളേഴ്സിലേക്ക് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ഓരോന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് കളർ. ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫ്ലോറിക് ബ്രാൻഡിലേക്കാണ് ഇത് വരുന്നത്. ഫ്രണ്ടിലേക്ക് പടിയാണ് കൊടുത്തേക്കുന്നത്, ബാക്കിലേക്ക് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള എലാസ്റ്റിക്കുമാണ് വരുന്നത് കേട്ടോ. സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലേക്ക് 38 ഇഞ്ചസ് ലെങ്ത്തിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. ബോട്ടത്തിന്റെ ഒരു എൻ പോർഷനിലേക്കായിട്ട് ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് 3 എണ്ണം. അതേപോലെ തന്നെ ഏറ്റവും എൻ പോർഷനിലേക്കായിട്ട് ഒരു കട്ടിങ്ങും വരുന്നുണ്ട്, ജസ്റ്റ് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിലേക്ക് ഒരു 38 എന്ന് പറയുമ്പോൾ നമ്മുടെ ആംഗിൾ ലെങ്ത്തിന്റെ കുറച്ച് താഴേക്ക് നിൽക്കുന്ന രീതിയിലേക്കാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പോൾ ഇതിന്റെ നിങ്ങളുടെ കറക്റ്റ് സൈസ് മെഷർമെന്റ് തന്നെ എടുത്താൽ മതി, കുർത്തിയുടെ സൈസ് മെഷർമെന്റിലേക്ക് തന്നെ. അപ്പോൾ ഇതിനിപ്പം അഥവാ ഹിപ്പ് സൈസ് കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങളുടെ ടോപ്പിനെക്കാട്ടിലും ഒരു സൈസ് വലുതെടുക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓണിയൻ പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡിലേക്ക്, എല്ലാം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ ഡാർക്ക് ഒരു ഗ്രേപ്പ് കളറിലേക്കാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ വൈറ്റ് കളർ. ഞാൻ ഇതിനകത്തേക്ക് ഓഫ് വൈറ്റ് എടുത്തിട്ടില്ല തോന്നുന്നു. ഞാൻ കുറച്ച് കളേഴ്സ് കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു ബോട്ടം എന്ന് പറഞ്ഞ കാറ്റഗറിക്കകത്ത് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ മിൽക്കി വൈറ്റ് ഷെയ്ഡിലേക്കാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ പീക്കോ കളറാണ്. ഒത്തിരി നമ്മുടെ റാണി പിങ്ക്, അതേപോലെ തന്നെ പല ടൈപ്പ് ഓഫ് പിങ്ക്, പീച്ചിൻ്റെ ഒക്കെ കൂട്ടത്തിലേക്ക് കോമ്പിനേഷൻ ആയിട്ട് പോകുന്ന ഈ ഒരു പീക്കോ കളർ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പീച്ച്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ടോപ്പിൻ്റെ സെയിം ആ ടോപ്പിനെ കുറിച്ച് പറഞ്ഞില്ല, നമ്മുടെ വരാൻ പോകുന്ന പ്രൊഡക്റ്റ് ആട്ടോ. നമ്മുടെ പീച്ച് കളറിലെ ബോട്ടം. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ അക്വ ഗ്രീൻ കളർ. നമ്മൾ ഒത്തിരി കുർത്തീസൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡിലേക്ക്, ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിനകത്തേക്കാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ കിങ് ഫിഷർ ബ്ലൂ, നമ്മുടെ പൊന്മാൻ നീല ഷെയ്ഡാണ്. ഇതിനകത്തേക്ക് നമ്മൾ ഒരുപാട് കുർത്തീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ റെഡിഷ് മെറൂൺ ആട്ടോ. നമ്മുടെ ക്രിസ്മസ് കുർത്തിയൊക്കെ നമ്മൾ ചെയ്ത ആ ഒരു ടൈപ്പ് ഓഫ് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ടൈപ്പ് ഓഫ് ഒരു റെഡ് ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ പിങ്ക് ആണ്. ഇതും നമ്മുടെ ഡബിൾ ഷെയ്ഡ് വരുന്ന ടൈപ്പ് ഓഫ് പിങ്ക് ആണ്. പിങ്കിനകത്ത് തന്നെ നമുക്കിപ്പോൾ ഒരു ഷെയ്ഡും കൂടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും, ഒരു പീച്ച് മിക്സ് ചെയ്ത് വരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു പിങ്കും ഉണ്ട്, ഇങ്ങനെയും കൂടെ ഒരു പിങ്ക് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ ലാവൻഡർ കോഡ് സെറ്റും നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ലാവൻഡർ ഷെയ്ഡ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബോട്ടമാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ മസ്റ്റർഡ് യെല്ലോ കളർ, ഇങ്ങനെ വരുന്നത് ഡബിൾ ഷെയ്ഡ് വരുന്നൊരെണ്ണം തന്നെയാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ ആഷ് കളർ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ പർപ്പിൾ പ്ലസ് ഒരു ഗ്രേപ്പ് കളറും കൂടെ ഡബിൾ ഷെയ്ഡ് പോലെ വരുന്നൊരു ഫാബ്രിക്കാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ റോയൽ ബ്ലൂ. നമുക്കിനി ഒരുപാട് കളേഴ്സും കൂടെ ഉണ്ട്. നമുക്ക് നേവി ബ്ലൂ ഉണ്ട്, അതേപോലെ തന്നെ ഓഫ് വൈറ്റ്, ചിക്കു, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാം ഇതിനകത്തേക്ക് എടുത്തിട്ടില്ല. നമ്മുടെ സൈറ്റിലേക്ക് കയറി നോക്കുക. ഇനിയിപ്പോൾ ഇതല്ല, ഇനിയിപ്പോൾ ഏതെങ്കിലും പറഞ്ഞ സൈറ്റ് ഇതിനകത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിൽ കൂടെ ഓർഡേഴ്സ് എടുക്കാവുന്നതാണ്. മാക്സിമം ഒരു 10 ഡേയ്സും കൊണ്ട് തന്നെ നമുക്ക് ഇതിവിടെ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്ന എല്ലാം റെഡി ടു ഡിസ്പാച്ചിലേക്ക് തന്നെ ഉള്ളതാണ്. എക്സ്ട്രാ ഇനിയിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ പ്രീ ബുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പ്രൈസ് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന പറഞ്ഞാൽ 399 റേറ്റിലേക്കാണ്. അതിൻ്റെ പ്ലസ് സൈസിലേക്ക് വരുമ്പോഴത്തേനും 5XL സൈസ് വരെ അവൈലബിൾ ആണ്. പ്ലസ് സൈസിലേക്ക് വരുമ്പോഴത്തേക്കിനും 420 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇത്രയാണ് നമ്മുടെ ബോട്ടംസിൻ്റെ കളക്ഷൻ. താർലാഫറിൻ്റെ ബോട്ടംസ് നമ്മൾ സൈറ്റിനകത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലേസ് ബോട്ടത്തിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്. ഞാൻ ഓരോ പ്രാവശ്യവും ലേസ് ബോട്ടം നമ്മുടെ വൈറ്റ് ഓഫ് വൈറ്റിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ പറയാറുണ്ട്, അത് ആക്ച്വലി ഡൈ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ മറ്റ് പല കളേഴ്സിലേക്ക് നമ്മൾ ചെയ്ത് നോക്കി വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ ബ്ലീഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ അല്ല, നമുക്കത് അഹമ്മദാബാദ് പ്രൊഡക്ഷനാണ് ആ ഒരു ബോട്ടം. അപ്പോൾ അത് നമ്മൾ അത്രയും ക്വാണ്ടിറ്റി ഓരോ പ്രാവശ്യം വരുമ്പോഴും നമ്മളത് ചെയ്യുന്നതാണ്. അതിൻ്റെ മറ്റ് കളേഴ്സിലേക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ടാട്ടോ. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ ബ്ലീഡ് ചെയ്യുവാണ്. ഡാർക്ക് കളേഴ്സ് ചെയ്തത് വാഷ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പൗഡർ ഷെയ്ഡ്, നമ്മുടെ ഒരു നരച്ച നിറത്തിലേക്ക് അതിൻ്റെ കളർ മാറുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കളേഴ്സ് കൊണ്ടുവരാത്ത കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് എല്ലാ കളേഴ്സിലേക്കും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ ബൈ.